ചാന്ദ്രദിനം ക്വിസ് പാർട്ട് 2. എന്തുകൊണ്ടാണ് ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്നത്? ഉത്തരം: ശുക്രന്റെ കറക്കം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം: ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം: പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. റഷ്യൻ സോയൂസ് പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 8 മാസത്തെ ഗവേഷണ ദൗത്യത്തിനായി യാത്ര തിരിക്കുന്ന ഇന്ത്യൻ വംശജനായ മലയാളി നാസ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം: ഡോക്ടർ അനിൽ മേനോൻ. മനോഹരമായ വളയങ്ങളുള്ള ഗ്രഹം? ഉത്തരം: ശനി, സാറ്റേൺ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ലാൻഡ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഒരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? ഉത്തരം: ഒഡീസിയസ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമേത്? ഉത്തരം: ചന്ദ്രൻ. സ്വന്തമായി കാന്തിവലയമുള്ള സൗരയൂഥത്തിലെ ഒരേയൊരു ഉപഗ്രഹം? ഉത്തരം: ഗാനിമീഡ്. മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം: ശുക്രൻ. ഗഗൻയാൻ ദൗത്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ ഔദ്യോഗിക പേരെന്ത്? ഉത്തരം: ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, BAS. ഗഗൻയാൻ പേടകത്തിൻ്റെ പ്രധാന രൂപകൽപ്പനയും നിർമ്മാണവും നടക്കുന്ന തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ISROയുടെ ലീഡ് സെന്റർ? ഉത്തരം: വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, VSSC. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യസഹിത ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം: ഗഗൻയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നിർദ്ദേശിച്ചത്? ഉത്തരം: അടൽ ബിഹാരി വാജ്പേയി. രോഹിണി എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം: സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ. ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റിൻ്റെ സമീപമുള്ള ചന്ദ്രയാൻ 2 തകർന്നു വീണ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം: തിരങ്ക പോയിന്റ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ഉത്തരം: ടൈറ്റൻ. ചന്ദ്രയാൻ 3ൻ്റെ റോവറായ പ്രഗ്യാൻ ചന്ദ്രൻ്റെ മണ്ണിൽ പതിപ്പിച്ച 2 ചിഹ്നങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: ഇന്ത്യയുടെ ദേശീയ മുദ്രയും ISRO ലോഗോയും. ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യത്തിലെ ലാൻഡറിൻ്റെ പേര്? ഉത്തരം: വിക്രം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായുടെ സ്മരണാർത്ഥം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ റോവറിൻ്റെ പേര്? ഉത്തരം: പ്രഗ്യാൻ. പ്രഗ്യാൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ഏറ്റവും ചെറിയ ഗ്രഹമേത്? ഉത്തരം: ബുധൻ. ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം: ശുക്രൻ.
അന്താരാഷ്ട്ര മാനവ ബഹിരാകാശ സഞ്ചാര ദിനം? ഉത്തരം ഏപ്രിൽ 12. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ഗാനിമീഡ്. ഇത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനെ വലം വെച്ച ആദ്യ വനിതാ ബഹിരാകാശ യാത്രിക? ഉത്തരം ക്രിസ്റ്റീന കോച്ച്. ഭീമാകാരമായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന കൊടുങ്കാറ്റ് കാണപ്പെടുന്നത് ഏത് ഗ്രഹത്തിലാണ്? ഉത്തരം ജൂപ്പിറ്റർ അഥവാ വ്യാഴം. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ല. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം ഒഡീഷ തീരത്തുള്ള അബ്ദുൽ കലാം ദ്വീപ്. നമ്മുടെ സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ക്ഷീരപഥം. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? ഉത്തരം മെഗാട്രോപിക്സ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം രോഹിണി. 1980 ജൂലൈ 18 വിക്ഷേപിച്ചത്. 2006 ഗ്രഹങ്ങളുടെ പദവിയിൽ നിന്നു മാറ്റി കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച ആകാശഗോളം ഏതാണ്? ഉത്തരം പ്ലൂട്ടോ. സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? ഉത്തരം 8. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം? ഉത്തരം ശുക്രൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിനു ശേഷം ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറ കഷ്ണങ്ങളും ശേഖരിച്ച് തിരികെ ഭൂമിയിലെത്തിക്കാൻ ISRO ലക്ഷ്യമിടുന്ന അടുത്ത ദൗത്യം? ഉത്തരം ചന്ദ്രയാൻ 4. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത്? ഉത്തരം ശനി. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ആര്യഭടൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നു? ഉത്തരം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായും മൃദുവായിട്ടും പേടകം ഇറക്കുക എന്നത്. ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്? ഉത്തരം കൽപ്പന 1. തുടക്കത്തിൽ മെറ്റ്സാറ്റ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. 1984. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം S. സോമനാഥ്. 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത്? ഉത്തരം ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം? ഉത്തരം യുറാനസ്.
വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.